നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അറബിക്കടലിൽ കടൽ കൊള്ളക്കാരെ ഇന്ത്യൻ നാവികസേന തുരത്തി. ദൗത്യത്തിനായി നാവികസേനയുടെ 2 കപ്പലുകളാണ് അറബിക്കടലിൽ വിന്യസിച്ചത്. സുപ്രധാന ദൗത്യം പുരോഗമിക്കുന്നതായി നാവികസേന അറിയിച്ചു. ഇന്നലെ വൈകിട്ടാണ് കപ്പൽ റാഞ്ചിയ വിവരം നാവികസേനയ്ക്ക് ലഭിക്കുന്നത്. ഇറാനിയൻ മത്സ്യബന്ധന കപ്പലായ അൽ കംബാർ 786 ആണ് കടൽ കൊള്ളക്കാർ റാഞ്ചിയത്. പാകിസ്ഥാനികളാണ് കപ്പലിലെ ജീവനക്കാർ. ഇവർ സുരക്ഷിതരാണെന്നാണ് വിവരം. കടൽ കൊള്ളക്കാർ പിടിച്ചെടുത്ത ഇറാനിയൻ മത്സ്യബന്ധന കപ്പലാണ് ഇന്ത്യൻ നാവികസേന മോചിപ്പിച്ചത്. 9 സായുധ കടൽ കൊള്ളക്കാരാണ് 23 പാകിസ്ഥാൻ ജീവനക്കാരടങ്ങുന്ന ഇറാനിയൻ കപ്പൽ പിടിച്ചെടുത്തത്. നീണ്ട ഏറ്റുമുട്ടലുകൾക്കൊപ്പം തന്ത്രപരമായ നീക്കങ്ങൾക്കും ഒടുവിലാണ് കപ്പലിനെയും ജീവനക്കാരെയും മോചിപ്പിക്കാൻ കഴിഞ്ഞത്. ഇറാനിയൻ കപ്പൽ കടൽ കൊള്ളക്കാർ തട്ടിയെടുത്ത സന്ദേശം വെള്ളിയാഴ്ച വൈകുന്നേരത്തോടെയാണ് ഇന്ത്യൻ നാവികസേനയ്ക്ക് ലഭിച്ചത്. തുടർന്ന് കപ്പൽ മോചിപ്പിക്കാനുള്ള ദൗത്യം ഏറ്റെടുത്ത നേവി 12 മണിക്കൂർ കൊണ്ടാണ് കപ്പൽ മോചിപ്പിച്ചത്. സമുദ്ര സുരക്ഷാ പ്രവർത്തനങ്ങൾക്കായി അറബിക്കടലിൽ വിന്യസിച്ചിരിക്കുന്ന ഇന്ത്യൻ നാവികസേനയുടെ 2 കപ്പലുകളാണ് രക്ഷാദൗത്യത്തിന് നേതൃത്വം നൽകിയത്. സോക്കാത്രയിൽ നിന്ന് 90 നോട്ടിക്കൽ മൈൽ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വെച്ചാണ് കടൽ കൊള്ളക്കാർ മത്സ്യബന്ധന കപ്പലിൽ കയറിയത് എന്നാണ് വിവരം. ഹൂതികളുടെ തുടർച്ചയായ ആക്രമണങ്ങൾക്കിടയിൽ ഏദൻ ഉൾക്കടലിലും അറബിക്കടലിലും സോമാലിയയുടെ കിഴക്കൻ തീരത്തും ഓപ്പറേഷൻ സങ്കൽപ് എന്ന പേരിൽ നാവികസേന പ്രവർത്തിക്കുന്നുണ്ട്. പ്രദേശത്ത് കടൽ കൊള്ളക്കാർ വ്യാപകമാകുന്നുണ്ട് എന്നും കടൽ കൊള്ളക്കാരെ ചെറുക്കാനും സമുദ്ര നിയമങ്ങൾ ഉയർത്തിപ്പിടിക്കാനും നാവികസേന പ്രതിജ്ഞാബദ്ധമാണെന്നുമാണ് നാവികസേനാ മേധാവി അഡ്മിറൽ ആർ ഹരികുമാർ പറഞ്ഞത്. കടൽ സുരക്ഷയ്ക്കായി അറബിക്കടലിൽ നിയോഗിക്കപ്പെട്ട ഇന്ത്യൻ നാവികസേനയുടെ INS സുമേധ, INS ത്രിശൂൽ എന്നീ പടക്കപ്പലുകളാണ് ഇറാനിയൻ കപ്പൽ മോചിപ്പിക്കാനുള്ള ദൗത്യത്തിൽ ഏർപ്പെട്ടത്. നേവി ഒരുക്കിയ സമ്മർദ്ദത്തിലും തന്ത്രപരമായ നീക്കങ്ങൾക്കും ഒടുവിലാണ് കടൽ കൊള്ളക്കാർ സ്വയം കീഴടങ്ങിയത്. അതിനു പിന്നാലെ 23 ജീവനക്കാരെയും കപ്പലിനെയും സുരക്ഷിതമായി മോചിപ്പിക്കാനായതായാണ് നാവികസേന അറിയിച്ചത്. കഴിഞ്ഞ 100 ദിവസത്തിനിടെ നാവികസേന നടത്തിയ പൈറസി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ പരമ്പരയിലെ ഏറ്റവും പുതിയ സംഭവമാണ് ഇത്. ഈ മാസം ആദ്യം നാവികസേന ഒരു ബംഗ്ലാദേശ് കപ്പലിനെ കടൽക്കൊള്ള ആക്രമണത്തിൽ നിന്ന് രക്ഷിച്ചിരുന്നു. ആഴ്ചകൾക്ക് മുൻപ് വിവിധ കടൽക്കൊള്ള വിരുദ്ധ ഓപ്പറേഷനുകളിൽ പാകിസ്ഥാനിൽ നിന്നുള്ള 27 പേരെയും ഇറാനിൽ നിന്നുള്ള 30 പേരെയും അടക്കം 100-ലധികം പേരെ ഇന്ത്യൻ നാവികസേന രക്ഷപ്പെടുത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.